1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട ചീമേനിയിൽ രക്തസാക്ഷികൾക്കായി നിർമ്മിച്ച സ്മാരക മന്ദിരം ഡിസംബർ 15 വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. 37 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ചീമേനി രക്തസാക്ഷികൾക്ക് സ്മാരകമൊരുങ്ങിയത്. ഡിസംബർ 15 വൈകുന്നേരം 4 മണിക്ക് ചീമേനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. സ്മാരക ഹാൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രനും ലൈബ്രറി CH കുഞ്ഞമ്പു MLAയും രക്തസാക്ഷി കുടുംബങ്ങളെ ആദരിക്കൽ മുൻ MP P കരുണാകരനും ഹാളിലെ ഫോട്ടോ അനാച്ഛാദനം M രാജഗോപാലൻ MLAയും നിർവഹിക്കും. 2025 മാർച്ചിൽ രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ സ്മരണിക പുറത്തിറക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്മാരകം പണിയെടുത്ത് പണിതത് നമ്മൾ ആലോചിച്ചിരുന്നു. വേണ്ടത്ര അക്കാലത്ത് പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ശക്തമായിട്ടും അവിടെ സഹാക്കൾ ഭരിച്ചുകൊണ്ടുള്ള സ്ഥലത്ത് തന്നെ ഈ സ്മാരകം പോകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിനെ കെട്ടിടം പണി തീരുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് 19 സെൻറ്റ് സ്ഥലമാണ് കൊടുക്കപ്പള്ളിയിലെ ഭാഗമായി നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ട് ആ സ്ഥലത്താണ് ഇപ്പോൾ കെട്ടിടം പൂർത്തീകരിച്ച് വരുന്നത്. ആ കെട്ടിടത്തിൻ്റെ പണി എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ, ജില്ലാ കമ്മിറ്റി അംഗം K സുധാകരൻ, ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി മാധവൻ മണിയറ, P കമലാക്ഷൻ, K ബാലകൃഷ്ണൻ, MK നളിനാക്ഷൻ, VV ജനാർദ്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.